മക്കളെ, ഇത് നമ്മുടെ പാദവാർഷിക പരീക്ഷയുടെ എക്സാമിൻ്റെ ടൈം ടേബിളിൻ്റെ രൂപരേഖയാണ്. ഇനി നമുക്ക് 3-ാം തീയതി എക്സാം തുടങ്ങും. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. എക്സാം തുടങ്ങുന്നത് ഏകദേശം ഡേറ്റ് 3-ാം തീയതിയാണ്. നിങ്ങൾക്ക് ഇനി പഠിച്ചു തുടങ്ങാൻ എത്ര ദിവസമുണ്ട്? ഇന്ന് മുതൽ ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ, എത്ര ദിവസമുണ്ടെന്ന്. ഒരു മാസം തികച്ചില്ല. ഏകദേശം 22-23 ദിവസമേ ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളൂ. ആ 23 ദിവസങ്ങളിൽ തന്നെ ആ 23 ദിവസവും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഏകദേശം ഒരു രണ്ടാഴ്ചയെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആ മണിക്കൂർ നോക്കുകയാണെങ്കിൽ 2 മണിക്കൂർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് മാർക്ക് നേരത്തെ ഉള്ളതുപോലെ മാർക്ക് നിങ്ങൾക്ക് അധികമൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലേ? മാർക്കിനൊക്കെ ഇനിയിപ്പോൾ നിയന്ത്രണമൊക്കെ ഉണ്ട്. മാർക്ക് നന്നായിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് വീഴുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഹിന്ദി പ്രയാസമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഹിന്ദി വിന്നർ ചാനലിൽ കയറുക. ഇതിൽ എല്ലാ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിനുള്ള എല്ലാ ചാപ്റ്ററും അവിടെ കംപ്ലീറ്റ് ആണ്. എല്ലാത്തിൻ്റെ നോട്ടും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ കയറി കണ്ടിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ 3-ാം തീയതി തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് ലീവ് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. 3 മുതൽ 6-ാം തീയതി വരെ നിങ്ങൾക്ക് എക്സാം ആണ്. അതിൽ ശനി ഞായർ 7ഉം 8ഉമാണ് നിങ്ങൾക്ക് ഇവിടെ ലീവ് കാണുന്നത്. പിന്നെ 9, 10, 11, 12 തുടർച്ചയായിട്ട് തന്നെയാണ് എക്സാം വരുന്നത് 10-ാം ക്ലാസ്സുകാർക്ക്. പിന്നെ 9-ാം ക്ലാസ്സുകാർക്കും അങ്ങനെ തന്നെയാണ് വരുന്നത്. എവിടെയും ലീവ് കാണുന്നില്ല. പിന്നീട് 8-ാം ക്ലാസ്സിനാണ് ഇവിടെ ഒരു ലീവ് വരുന്നത്. 6-ാം തീയതി ഒരു ലീവ് കാണുന്നുണ്ട് 8-ാം ക്ലാസ്സുകാർക്ക്. ഇത്രയാണുള്ളത്. എല്ലാ ക്ലാസ്സുകാർക്കും ഒരേ സമയത്ത് തന്നെയാണ് 3-ാം തീയതി തന്നെയാണ് എക്സാം തുടങ്ങുന്നത്. അവസാനിക്കുന്നത് ഒരേ ഡേറ്റിന് തന്നെയാണ് 12-ാം തീയതി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇതിൻ്റെ ഒരു ഏകദേശ രൂപമാണിത്. ഇതിന് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും പഠനം തുടങ്ങുക. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഹിന്ദി വിന്നറാണ്. ഹിന്ദി വിന്നർ ചാനൽ നിങ്ങൾ കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാം. അതിനനുസരിച്ചിട്ട് ക്ലാസ് തരുന്നതായിരിക്കും. ഇനി അതെല്ലാം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാം. അത് എന്താ പറയുക, ഗൂഗിൾ മീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഒക്കെ ചെയ്തു തരുന്നതാണ്. ഓക്കെ.